തഹാവൂർ ഹുസൈൻ റാണ കൊച്ചിയിൽ വരികയാണ്, കൊച്ചിയിൽ കൊണ്ടുവരികയാണ്. എന്തൊക്കെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ കേൾക്കാം? ആദ്യം കൊച്ചി കൊണ്ടുവരട്ടെ. കാരണം താഹയെ 18 ദിവസത്തേക്കാണ് കസ്റ്റഡി കൊടുത്തിരിക്കുന്നത്. 18 ദിവസത്തെ കസ്റ്റഡി എന്ന് പറഞ്ഞ് 29-ാം തീയതി കോടതി പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായും ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ പുഷ്കർ, ആഗ്ര, അങ്ങനെ ഡൽഹി, ബോംബെ, കേരളത്തിൽ കൊച്ചി ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാനായിട്ട് സമയം വേണം. ഇപ്പോൾ ഇൻട്രോഗേഷൻ നടക്കുന്നു. ദിവസം 10 മണിക്കൂർ വീതമാണ് റാണയെ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ കൊണ്ടുവരുമ്പോൾ ദിവസങ്ങളെടുക്കും. യാത്ര വേണം, പിന്നെ സ്ഥലങ്ങളിൽ കൊണ്ട് തെളിവെടുക്കണം. ഇപ്പോൾ തന്നെ പല പ്രധാന വിവരങ്ങളും അയാളുടെ നിന്ന് കിട്ടിത്തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഏതായാലും അതിനുവേണ്ടി സമയം വേണം. അപ്പോൾ ഒരു UAPA കേസ് എടുത്തിരിക്കുന്നുണ്ട്. വേണമെങ്കിൽ 1 മാസം വരെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാം. അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് NIA ഇപ്പോൾ ഉള്ളത്. അല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ 23-ാം തീയതി കൊച്ചിയിൽ റാണയെ കൊണ്ടുവന്ന് അടുത്ത ബുധനാഴ്ച 23-നോ അല്ലെങ്കിൽ 24-നോ റാണയെ കൊച്ചിയിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്താനുള്ള ആലോചനകൾ NIA നടത്തുന്നുവെന്നാണ് ഡൽഹിയിൽ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അത് കൺഫേം ആയിട്ടില്ല. അവർ ടെൻറ്റേറ്റീവായിട്ട് ആലോചിക്കുന്നത് 23-നോ 24-നോ. അതല്ല, ഇനി സമയം എക്സ്റ്റൻഷൻ കിട്ടുമെന്ന് ലീഗൽ അഡ്വൈസ് കിട്ടിയാൽ അടുത്ത മാസമാണ്. ഏതായാലും 23-ന് വന്നില്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ റാണയെ എന്തായാലും കൊച്ചി കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ ഇത് സമീപകാലത്ത് ഇപ്പം പുതുതായി ഉണ്ടായി വരുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ റാണ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ട്, ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. അയാൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ കൊടുത്തു. അയാൾക്ക് ഒരു ഖുറാൻ വേണമെന്ന് പറഞ്ഞു. 5 നേരം നിസ്കരിക്കുന്നുണ്ട്. ഒരു റൈറ്റിംഗ് പാഡ്, ഒരു പേന, അപകടമുണ്ടാക്കാൻ പറ്റാത്ത, കുത്തി മുറിവേൽപ്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പേനയും കൊടുത്തു. അപ്പോൾ റാണ എന്തൊക്കെയോ കുറിക്കുന്നത് എന്താണെന്ന് ഇതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ബലമായി പിടിച്ചു വാങ്ങി പരിശോധിച്ചിട്ടില്ല. അയാൾ എഴുതി കഴിഞ്ഞിട്ട് അവിടെ പോകാനാണ്, നമുക്ക് എടുക്കാമല്ലോ, നമ്മുടെ കയ്യിലിരിക്കുന്നത് എന്നൊരു നിലപാടിലാണ് NIA. അപ്പോൾ NIAയുടെ ഒരു സ്പെഷ്യൽ ടീമാണ് അന്വേഷിക്കുന്നത്. റാണയെ കൊച്ചിയിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ NIA DIG ജയയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും കൊച്ചിയിലേക്ക് വരുന്നത് എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ 23-നോ 24-നോ വരുന്നത് സംബന്ധിച്ചുള്ള അറിയിപ്പ് സംസ്ഥാന പോലീസിനും അടുത്ത ദിവസം തന്നെ ഉണ്ടാകും. കാരണം അതീവ സുരക്ഷയിൽ വേണം കൊണ്ടുവരാൻ. അപ്പോൾ അത് ഈ ലീഗൽ അഡ്വൈസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാസം തന്നെ വേണോ, 1 മാസം കൂടെ 29-ാം തീയതി കഴിഞ്ഞ ഒരു എക്സ്റ്റൻഷൻ കിട്ടുമോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ആലോചന നടക്കുന്നത്. ഏതായാലും റാണ കൊച്ചിയിൽ വരുന്നതിന് മുമ്പ് കൊച്ചിയിൽ കുറേ കാര്യങ്ങൾ ക്ലിയർ ആക്കാനുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് അന്തരീക്ഷത്തിൽ ചില പേരുകളുണ്ട്. ഇപ്പോൾ റാണ ഇവിടെ വരുന്നതിന് മുമ്പ് ദാവൂദ് ഗിലാനി ഇവിടെ കുറേ പ്രാവശ്യം വന്നിരുന്നു. അപ്പോൾ റാണ കണ്ടവരേക്കാൾ കൂടുതൽ ആളുകളെ ഹെഡ്ലി കണ്ടിട്ടുണ്ട്. ഹെഡ്ലി കണ്ടത് ആരെയൊക്കെയാണ്? ഹെഡ്ലി വരുന്ന കാലത്ത് കേരളത്തിലുണ്ടായിരുന്ന ഒരു പോലീസ് ഓഫീസറുടെ മനസ്സറിവോടുകൂടിയാണ് കേരള പോലീസിലെ സുഡാപ്പി ഗ്രൂപ്പായ പച്ചവെളിച്ചം ഉണ്ടായതിൻ്റെ പിന്നിൽ അദ്ദേഹമാണെന്ന് പറയുന്നു. ചില മാധ്യമപ്രവർത്തകരൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിൽ, ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളാണ്, അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിൽ അവരോട് പ്രത്യേക പരിഗണന കാണിക്കുന്ന ഓഫീസർ എന്ന് മാധ്യമപ്രവർത്തകർ പോലും പറഞ്ഞിട്ടുള്ള ആളാണ് ഈ കുപ്രസിദ്ധനായ പോലീസ് ഓഫീസർ. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ, റാണ വിളിച്ച ഒരുപാട് നമ്പറുകൾ, ആ ഫോൺ നമ്പർ ഉള്ളത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ മൊബൈൽ നമ്പർ, ആ നമ്പർ BPL മൊബൈലിൻ്റെയാണ്. അന്ന് BPL മൊബൈലാണ് ഉണ്ടായിരുന്നത്. BPL മൊബൈലിൻ്റെ 98-ൽ തുടങ്ങുന്ന ഒരു നമ്പറിൽ അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പറാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം ആരാണ്? അദ്ദേഹത്തിൻ്റെ പല നടപടികളും പിൽക്കാലത്ത് വിവാദമായിട്ടുണ്ട്. അക്കാലത്ത് തന്നെ അദ്ദേഹം സർവീസിലിരിക്കുന്ന സമയത്ത് തന്നെ ആരോപണം ഉണ്ടായിരുന്നു, അതിനുശേഷവും ആരോപണം ഉണ്ടായിരുന്നു. അതേക്കുറിച്ച് അന്വേഷിക്കുന്നു. പിന്നെ ഒരു ജുഡീഷ്യൽ ഓഫീസർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഹൈക്കോടതി ജഡ്ജിയോ സുപ്രീം കോടതി ജഡ്ജിയോ അതോ മുനിസിപ്പൽ കോടതി ജഡ്ജിയോ ആരെങ്കിലും ആവാം, അല്ലെങ്കിൽ വല്ല ട്രിബ്യൂണലേ ആവാം. ഒരു ജുഡീഷ്യൽ ഓഫീസറുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കഥകൾ പരക്കുന്നുണ്ട്. അത് കൺഫേം ചെയ്തിട്ടില്ല. എന്നാലും അത് വളരെ സംശയകരമായ രീതിയിൽ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരാളെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. മറ്റൊന്നുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, തുടക്കം മുതൽ നമ്മൾ പറഞ്ഞ നമ്മുടെ ചാനലിൽ പോലും നടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നടിയാണോ, ഒരു സെലിബ്രിറ്റിയാണ്, സെലിബ്രിറ്റിയെ പോലെ നിൽക്കുന്ന ഒരു സുന്ദരി. അത് സെലിബ്രിറ്റിയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായും സിനിമ അല്ലെങ്കിൽ സ്ക്രീനിൽ വരുന്ന ഒരാളായിരിക്കാം. അപ്പോൾ ഏതായാലും അവരുടെ പേരുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതെനിക്കും അറിയാം ആ പേര്. പക്ഷേ ആ പേര് ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പേരുകളൊക്കെ നമുക്കിപ്പോൾ പറയാൻ വയ്യ. കാരണം ഇപ്പോൾ ചിലരൊക്കെ താഴെ വന്നിട്ട് പേര് പറയാൻ വയ്യെങ്കിൽ വീഡിയോ ചെയ്യരുത്, പേര് പറയടാ, പൊട്ടിക്ക് സ്വാമി തേങ്ങ എന്നൊക്കെ പറയുന്നുണ്ട്. തേങ്ങ ഉടക്കി സ്വാമി. ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു ത്രില്ലടിക്കാം, ആവേശം ഉണ്ടാക്കാം. ഒരു അന്വേഷണ ഏജൻസിയുടെ റഡാറിലുള്ള ആളുകൾ അവരൊരിക്കലും നമ്മൾ ഈ പേരുകൾ പറഞ്ഞ് ഇവർ ഡിഫമേഷനുമായിട്ട് കൊടുത്തു പോയാൽ
നമുക്ക് തന്നെ തൂങ്ങാനൊന്നും പറ്റും. ഈ പറഞ്ഞ കൈയുടെ ആവേശ കുമാർമാരൊന്നും കാണുന്നില്ല. അപ്പോൾ ഒരു മാധ്യമം എന്നതിൽ കിട്ടുന്ന വാർത്തകളാണ് നമ്മൾ മീഡിയ മലയാളത്തിലാണെങ്കിലും ABC-യിലാണെങ്കിലും പറഞ്ഞത്. ABC-യിൽ നമ്മൾ ധന്യയും ഞാനും കൊണ്ടിരുന്ന് ചെയ്ത ഒരു വീഡിയോയുടെ താഴെ വന്നു ഒത്തിരി പേർ നിങ്ങളിങ്ങനെ പറയുന്നില്ല, ചുമ്മാ നിങ്ങൾ മറ്റു മാധ്യമങ്ങളെ പോലെ മാപ്രകളുടെ സ്വഭാവത്തിൽ പറയുന്നു, നിങ്ങൾ പേര് പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്ന ആളുകളോട് സത്യത്തിൽ അവർ നമ്മളോട് സ്നേഹമുള്ളവരാണ്. പക്ഷേ എനിക്കൊരു സഹതാപമുണ്ട്. അങ്ങനെ നമുക്ക് പേര് പറയാൻ പറ്റും? ഒരു അന്വേഷണ ഏജൻസി അത് ഫ്രെയിം ചെയ്ത് ചാർജ് ഷീറ്റ് കൊടുക്കാതെ ആ പേരുകൾ പറഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസ് അനുഭവിക്കാൻ നമ്മളേ ഉള്ളൂ. നമ്മൾ എത്രയോ കേസ്, ഇപ്പം മറ്റേ മുത്തൂറ്റ് ജോർജ് അല്ലേ, പോൾ ജോർജിൻ്റെ കേസ്, എത്രയോ ദിവസങ്ങൾ ആളുകൾ ഈ സിനിമാ നടി ഇറാനിയൻ സുന്ദരിമാർ എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ കൊടുത്തു. പക്ഷേ ആ നടി ആരാണെന്നും ഇറാനിയൻ സുന്ദരിമാരുണ്ടായിരുന്നു, ആ ഒരു കാറിലുണ്ടായിരുന്നു എന്നുള്ള ഉൾപ്പെടെയുള്ള എല്ലാ കഥകളും നമുക്കറിയാം. അവസാനം കാരി സതീഷും സംഘവും തിരുവനന്തപുരത്തെ ഓം പ്രകാശും സംഘവും ഒക്കെ തമ്മിൽ നടത്തിയ ഒരു കുടിപ്പകയുടെ ഭാഗമായി കൊല്ലപ്പെട്ടതാണ്. കുട്ടനാട്ടിലെ മങ്കമ്പിലെ ജ്യോതി ജംഗ്ഷനിൽ വെച്ച് കൊല്ലപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് ആ കഥ അങ്ങനെ അവസാനിച്ചു പോയി. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള എസ്കത്തി വിവാദമൊക്കെ അങ്ങനെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ വലിയ തോതിൽ അതിനകത്ത് ഈ പറയുന്ന ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്വേഷിച്ച ഏജൻസി ഇതൊന്നും കൊണ്ടുവന്നില്ല. പക്ഷേ സകലർക്കും അറിയായിരുന്നു ഇവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു, കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ. അവിടുത്തെ ഈ ആലപ്പുഴ കുട്ടനാടിനടുത്ത് നെടുമുടിക്കടുത്തുള്ള ഒരു റിസോർട്ടിലേക്ക് പോയ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കഥകൾ വന്നു. ചിലതൊക്കെ വെറും കഥകളായിരുന്നു, ചിലതൊക്കെ ചില ലീഡ്സ് ഉള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ മാധ്യമങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് ഈ പേര്, അതായത് ഒരു ചെറുപ്പക്കാരനായ ഒരു വ്യവസായിയെ ചതിയിൽപ്പെടുത്തി കൊലപ്പെടുത്തിയതാണ്. അത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പിതാവ് സുപ്രീം കോടതി വരെയൊക്കെ കേസ് നടത്താൻ പോയി. പക്ഷേ കേസ് CBI ഏറ്റെടുത്തിട്ടും ഈ പറഞ്ഞ സിനിമാ ബന്ധം, മയക്കുമരുന്ന് ബന്ധം, അധോലോക ബന്ധം ഒക്കെ മാറ്റിവെച്ചിട്ട് വളരെ നിസ്സാരമായിട്ടൊരു കഥ അവസാനിച്ച് എങ്ങനെയാണ്, പോകുന്ന വഴിക്ക് ഒരു സംഘം ഗുണ്ടകൾ വന്നിരുന്ന വാൻ റോഡരികിലുണ്ടായിരുന്ന ഒരു ബൈക്കിനെ തട്ടി, ഒരു ബുള്ളറ്റിനെ തട്ടി വീഴിച്ചു. അത് കഴിഞ്ഞ് അതിൻ്റെ പേരിൽ കശപശയുണ്ടായി. അവർ തിരിച്ചു വന്ന് ഏറ്റുമുട്ടിയപ്പോൾ മറ്റൊരു സംഘം വന്നു. അവരുടെ ഏറ്റുമുട്ടലിനിടെ ഈ വണ്ടി വന്നപ്പോൾ ഈ ആളെ കുത്തിക്കൊന്നു. ഇങ്ങനെയാണ് കഥ. അങ്ങനെ അതിൻ്റെ പേരിൽ അന്വേഷിച്ച പോലീസ് വ്യാജ തെളിവുണ്ടാക്കാൻ ആകൃതിയിലുള്ള കത്തി ഉണ്ടാക്കി, അതും പൊളിഞ്ഞുപോയി. അങ്ങനെ ആ കേസ് സ്വന്തം മകനെ നഷ്ടപ്പെട്ട ഒരു പിതാവിൻ്റെ, കേരളത്തിലെ വലിയൊരു ബിസിനസ്സുകാരാണ്, കേരളത്തിലെ അതിശക്തമായ സമ്പന്നമായ ഒരു ഗ്രൂപ്പിൻ്റെ നടത്തിപ്പുകാരൻ്റെ കുടുംബത്തിലെ കുട്ടിയായിരുന്നിട്ട് പോലും, ചെറുപ്പക്കാരനായിരുന്നിട്ട് പോലും അതിൻ്റെ പ്രതികളെ പോലും കണ്ടെത്താൻ പറ്റില്ല. അന്ന് പറഞ്ഞ കഥകളൊന്നും തെറ്റൊന്നുമല്ല. അക്കാലത്തെ സൂപ്പർ ഹിറ്റ് സിനിമ, ഒരു കോമഡി ഫ്ലേവറുള്ള സിനിമയിലെ നായികയുടെ പേരുമായി ബന്ധപ്പെട്ടാണ്, നല്ല ഉയരമുള്ള ഒരു നടി. അത്രയൊക്കെ എനിക്ക് പറയാൻ കഴിയും, കാരണം ആ കേസിൻ്റെ രേഖകളിലൊന്നുമില്ല. അപ്പോൾ നമുക്ക് മാധ്യമങ്ങൾക്ക് വിവരം കിട്ടും, പക്ഷേ പോലീസ് ഫ്രെയിം ചെയ്യുമ്പോൾ ആ പേരുകളില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മൾ തോന്നും. അപ്പോൾ നമ്മളെ വന്നിട്ട് ചീത്ത പറയുന്ന കുറേ ആളുകളുണ്ട്. നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത പറയരുത്, പിന്നെന്തിനാണ് അത് പറയുന്നത് എന്നൊക്കെ പറയുന്ന ആളുകൾ ആലോചിക്കേണ്ട കാര്യം, നമ്മൾ ഇത്രയെങ്കിലും പറയുന്നുണ്ടല്ലോ, നിങ്ങൾ മറ്റു മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ എന്ത് പറയുന്നുണ്ട്? അപ്പോൾ നമുക്കിത് പറഞ്ഞിട്ട് നാളെ ചാനൽ പൂട്ടി ജയിലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല, അല്ല ഡിഫമേഷൻ കേസ് പ്രതിയാവേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചില സൂചനകൾ വിടുന്നു. ഈ സൂചനകൾ നമ്മൾ തരുന്നത് തന്നെ ഒരു സമ്മർദ്ദതന്ത്രമാണ്. അന്വേഷണ ഏജൻസികൾക്ക് ഒരു പ്രഷർ നമ്മൾ കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള പേരുകളൊക്കെ ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം എന്ന് ഞങ്ങൾ ജനങ്ങളെ ധരിപ്പിക്കുമ്പോൾ അവസാനം അന്വേഷണ ഏജൻസികൾക്ക് അങ്ങനെയൊന്നും അവരെ രക്ഷിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലാതെ പേരുകൾ പറഞ്ഞ്, ഇപ്പോൾ നമ്മുടെ ABC-യുടെ ആണെങ്കിലും മീഡിയ മലയാളത്തിൻ്റെ ആണെങ്കിലും വീഡിയോകളുടെ താഴെ വന്നിട്ട് നിങ്ങൾക്ക് പേര് പറയാൻ പറ്റത്തില്ലെങ്കിൽ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആലോചിക്കണം. നമ്മൾ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും മറ്റു മാധ്യമങ്ങൾ പറയാത്ത കാര്യങ്ങൾ പറയുന്നവരാണ് നമ്മൾ. അപ്പം നമുക്ക് ചില പരിമിതികളുണ്ട്. ഈ പരിമിതികൾക്കുള്ളിൽ നിന്നില്ലെങ്കിൽ നാളെ നമുക്കിത് പറയാൻ പറ്റത്തില്ല. അത് ഈ ചിത്ത വിളിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ, അവരുടെ ധാർമ്മിക രോക്ഷം നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ നമ്മുടെ പരിമിതികളും നമുക്കുണ്ട്. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എന്തും പറയാൻ നമുക്കും കഴിയില്ല. നമുക്ക് നാളെ ചാനലിൽ നടപടിയൊക്കെ ഉണ്ടാവും. അതിൽ ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ CBIയുടെ കസ്റ്റഡിയിൽ ഒരു ദുബായ് ബേസ്ഡ് ആയിട്ട് ഒരാളുണ്ട്. ദുബായിൽ നിന്ന് അയാളെ CBI അല്ല, സോറി, NIAയുടെ കസ്റ്റഡിയിൽ. NIA അയാൾക്ക് ഇട്ടിരിക്കുന്ന പേര് മിസ്റ്റർ X എന്നാണ് എന്ന് ഞാൻ ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ വാർത്തയിൽ ഇന്ന് കണ്ടു. മിസ്റ്റർ X എന്ന് പറയുന്ന ഒരാൾ NIAയുടെ കസ്റ്റഡിയിലുണ്ട്. NIA അയാളെ ഇപ്പോൾ ഏറ്റവും അടുത്ത ദിവസം ചോദ്യം ചെയ്ത് ഒരു പക്ഷേ റാണയുമായി ഇരുത്തി ചിലപ്പോൾ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. X എന്ന് പറയുന്ന ആൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വീണ്ടും ഒരു ഗൂഢാലോചന തിയറി ഉണ്ടാക്കുകയല്ല, അതൊരു മലയാളിയാണോ, ഒരു മലയാളി വ്യവസായിയാണോ എന്നൊക്കെ സംശയമുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് വരണം. അപ്പോൾ ഈ മിസ്റ്റർ X എന്ന് പറയുന്ന ആളെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തൊരു മിസ്റ്റീരിയസ് വിറ്റ്നസ്, ഒരാളെ അപ്രൂവർ ആക്കിയിട്ട് മാപ്പുസാക്ഷിയായിട്ട് നമ്മൾ NIA അവതരിപ്പിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു, നമ്മളും റിപ്പോർട്ട് ചെയ്തു. അയാൾ തന്നെയാണോ ഈ മിസ്റ്റർ X എന്നറിയില്ല. ഏതായാലും ഈ വളരെ ക്രൂഷ്യലായിട്ട് ഇപ്പോൾ കിട്ടുന്ന വിവരം എന്ന് പറഞ്ഞാൽ റാണ വർത്തമാനം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, റാണ സഹകരിക്കുന്നുണ്ട്.
അപ്പോൾ റാണയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷനുമായി NIAയുടെ കേരളത്തിലെ യൂണിറ്റും നീങ്ങേണ്ടി വരും. ഇപ്പോൾ റാണയെ ചോദ്യം ചെയ്യുന്ന ടീമിലെ DIG ജയ എന്ന് പറയുന്ന അവരുടെ ആ ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും കേരളത്തിലേക്ക് വരികയാണ്. കേരളത്തിലേക്ക് ഓൾറെഡി തന്നെ കേരളത്തിലെ NIAയോട് റാണയുടെ കോളുകളുടെ ഡീറ്റെയിൽസ് എടുത്ത് ആളുകളെ വെരിഫൈ ചെയ്യുന്ന ഒരു നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആരാണ് മിസ്റ്റർ എക്സ്, അത് മലയാളിയാണോ എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു. ആരാണ് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള യുവതി, അതിൻ്റെ ഡീറ്റെയിൽസ് വരണം. പിന്നെ ഈ ഒരു റാണയെ പോലീസിൽ വിളിച്ച പോലീസ് ഓഫീസർ ആരാണ്, റാണയെ പോലീസിൽ വിളിച്ചോ റാണ അങ്ങോട്ട് വിളിച്ചോ എന്നറിയണം. അതിപ്പോൾ വേണമെങ്കിൽ പറയാം എമിഗ്രേഷൻ വിദേശ പൗരനാണല്ലോ, അപ്പോൾ നമ്മുടെ ഇവിടെ എമിഗ്രേഷൻ്റെ കാര്യങ്ങൾ നോക്കുന്ന പോലീസ് ഓഫീസറെ വിളിച്ചതാവാം, അങ്ങനെയും ആയിക്കൂടായിരിക്കില്ല. പിന്നെ ഒരു ജുഡീഷ്യൽ ഓഫീസറുമായിട്ടുള്ള കോൺവെർസേഷൻ എന്തായിരുന്നു, ആ കോൾ അങ്ങോട്ട് വന്നതാണോ അതോ ഇങ്ങോട്ട് വന്നതാണോ എന്നറിയില്ല. ഏതെങ്കിലും കാര്യത്തിൽ നിയമോപദേശം തേടിയതാണോ? ചിലപ്പോൾ പരിചയം ഉണ്ടെങ്കിൽ ജുഡീഷ്യൽ ഓഫീസർമാരോട് നിയമോപദേശം തേടാം. വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിൽ റാണയ്ക്ക് ഇമിഗ്രേഷൻ സ്ഥാപനമുണ്ട്. പക്ഷേ അതൊക്കെ ഇത് ബോംബ് സ്ഫോടനവുമായി നടന്നതിൻ്റെ, ബോംബെ ആക്രമണം നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് അന്വേഷിക്കുമ്പോൾ അതൊക്കെ സസ്പീഷ്യസ് ആയിട്ട് തോന്നും. ഏതായാലും റാണയെ കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണ്. റാണ ഇവരുടെ പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ ഈ ചോദ്യം ചെയ്യല്ലേ? ഉണ്ടാവാം. അവർ പക്ഷേ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്തിനാണ് ഈ നമ്പറിലേക്ക് വിളിച്ചത്, ഈ നമ്പർ ആരുടെയാണ്, ഇന്ന ആളുടെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ റാണയ്ക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. ഈ ആ കോൾ ഡീറ്റെയിൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ താജിലെ CCTV ക്യാമറ ദൃശ്യങ്ങളും അക്കാലത്ത്, ഇത് 2008 അതുവരെ ഉള്ളത് പ്രിസർവ് ചെയ്യാൻ പറ്റുമോ, റിസ്റ്റോർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അറിയില്ല. എനിവേ അതൊക്കെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ. ഏതായാലും കൊച്ചിയിലേക്ക് റാണയെ കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ ടെൻറ്റേറ്റീവായിട്ട് ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ നമുക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ അറിയാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ റാണയുടെ പിന്നാലെ മാധ്യമങ്ങൾ പോവുകയാണ്. കൊച്ചിയിലെ മാധ്യമങ്ങൾ പോകുന്ന ദിവസങ്ങളാണ് വരുന്നത്. മാത്രമല്ല ബോംബെയിലാണ് ഭീകരാക്രമണം നടന്നതെങ്കിലും അതിൽ വളരെ നിർണായകമായ ആലോചനകളും പദ്ധതികളുമൊക്കെ ആലോചിച്ച കൂടിയാലോചനകൾ നടന്ന ഒരു സ്ഥലമായി കൊച്ചി മാറുകയാണ്. കേരളം എന്ന് ഞാൻ പറയുന്നില്ല, കൊച്ചി മാറുകയാണ്. കേരളത്തിൽ എന്തുകൊണ്ടാണ് റാണയും ഹെഡ്ലിയും കൊച്ചിയിൽ മാത്രം വന്നത്? ബോംബെക്ക് സമാനമായ കടൽ തീരം കൊച്ചിയിലുമുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന വൈപ്പിൻ, മുനമ്പം പോലെയുള്ള ഒറ്റപ്പെട്ട പ്രദേശങ്ങളുള്ള ബീച്ചുകൾ ഒരുപാടുണ്ട്. ആ വഴി കടന്നു വരാൻ പറ്റുമോ? ഒരുപക്ഷെ സദേൺ നേവൽ കമാൻഡ് തൊട്ടടുത്തുള്ളത് കൊണ്ട് അവരുടെ സർവൈലൻസിൽ വരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് അത് അബോർട്ട് ചെയ്തതാണോ, ഇവിടെ വേണ്ട ബോംബെ തന്നെ ആവട്ടെ എന്ന് തീരുമാനിച്ചതാണോ? ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട്. ഏതായാലും റാണയെ കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണ്. കൊണ്ടുവരുന്നതോടുകൂടി കേരളത്തിൽ ഈ പറയുന്ന സുന്ദരി ആരാണ്, പോലീസുകാരനാരാണ്, ജുഡീഷ്യൽ ഓഫീസർ ആരാണ് തുടങ്ങിയ കാര്യങ്ങൾ കൂടി, മിസ്റ്റർ എക്സ് മലയാളിയാണോ തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള ഉത്തരം കൂടി കിട്ടാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രം കാത്തിരുന്നാൽ മതി.